ഹലോ ഹായ് അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? അപ്പോൾ ഇതാ വൈകുന്നേരത്ത് കുറച്ച് വിശേഷങ്ങളായിട്ടൊന്ന് കാണിക്കാൻ പോണത്. അപ്പോൾ ഇതാ ഫാനു സ്കൂളിട്ട് വന്നിട്ട് മോനൊന്നും പോയിട്ടില്ല, മോനൊരു പനി ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഫാനു വേഗം മേല് കഴുകാൻ പോയിക്കണേ. അപ്പോൾ ചായ വേണ്ടാറിന് അപ്പോൾ ഒരു സവർജിലുണ്ടേനെ, അത് മതിയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാനത് ചെത്തി കൊടുക്കുകയാണ്. അപ്പോൾ മേല് കഴുകി വന്നതിന് ശേഷം ഇതാ ഓൻ അവിടെ ഇരുന്ന് തിന്നാനിട്ട്. അപ്പോൾ അതിന് ചങ്ങായിമാർ വന്നിക്കണം ഓനെ വിളിക്കാനും വേണ്ടി, ഫുട്ബോൾ കളിക്കാനാട്ടാ. അപ്പോൾ നമ്മൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഫുട്ബോൾ കളിക്കാൻ പോവല്ലേ. അപ്പോൾ ഇതാ ഓന് ചങ്ങായിമാരെ കൂട്ടത്തിൽ പോയിക്കണം. അതിൻ്റെ ശേഷം ഞാൻ മുറ്റത്തേക്കൊന്ന് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അരേലിയ പ്ലാന്റ് കുറേ ദിവസമായി ഇങ്ങനെ ഷേപ്പാക്കി കൊടുക്കണമെന്ന് ഇങ്ങനെ വിചാരിക്കണേ. അപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല. അപ്പോൾ ഇന്ന് അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നല്ലൊരു വെയിലുള്ള ദിവസം കഴിഞ്ഞിട്ടാ. മോനൊന്നും കളിക്കാനൊന്നും പോയിട്ടില്ല, ഓനക്ക് പനി ആയതുകൊണ്ട് തന്നെ നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഡോക്ടർ കാണിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിരിക്കണേ. അപ്പോൾ ഇതാ ഫാന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഫാനും ഇതാ കളിയൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ ഞങ്ങൾ മൂന്നാളും കൂടി ഇരുന്ന് ചായ കുടിക്കാനിട്ടാ. അപ്പോൾ ഒന്നും മിന്നും സ്കൂളിട്ട് വന്നിട്ടില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ പിന്നെ ഓനെ പഠിപ്പിക്കൽ ഭയങ്കര ടാസ്ക്കാണ് കേട്ടാ. ഓൻ എന്നോട് ചോദിക്കൽ നിങ്ങളെന്താ പഠിച്ചാൽ, നിങ്ങൾ പഠിച്ചിട്ടില്ലല്ലോ എന്നാട്ടാ ഫാനു എന്നോട് ചോദിക്കലേ. അപ്പോൾ അത് മലയാളം ഇംഗ്ലീഷൊക്കെ നല്ല ബേക്കിൽക്കാണ് ആൾ. ഈ പാട്ടും ഡാൻസൊക്കെ ആൾ നല്ല ഉഷാറാണ് കേട്ടാ. അന്നന്ന പാത്തേന്നൊക്കെ നല്ല ഉഷാറിൽ പാടി തരും, ഡാൻസൊക്കെ നല്ലതുപോലെ കളിച്ചു തരും കേട്ടോ. അപ്പോൾ ഇതാ മലയാളമൊക്കെ ഞാൻ കുറച്ച് നേരം ഒന്ന് വായിപ്പിച്ചിരുന്നു. അപ്പോൾ എനിക്ക് പൈച്ചിട്ട് അയ്യമ്മ എന്നിങ്ങനെ പറയണ്ടിട്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വേഗം വായിക്കും ഇങ്ങോട്ട് ഞാൻ ചോറ് തരാമെന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കണം. അപ്പോൾ അതിന് ശേഷം ഞാൻ അടുക്കളയ്ക്ക് വന്നിക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഇതിന് ഉച്ചക്ക് മത്തി മുളകട്ടിയിലുള്ള ആ പഞ്ഞീന് ഞാൻ എടുത്തിട്ട് കഴിഞ്ഞിട്ട്, ഇതിനിവിടെ പഞ്ഞീനെന്നാണ് ഞങ്ങൾ പറയലേ. അപ്പോൾ അത് ഞാൻ നല്ലതുപോലെ ഒന്ന് പൊരിച്ചെടുക്കുകയാണ്. പിന്നെ ഓംപ്ലേറ്റും കൂടി ഉണ്ടാക്കേണ്ടിട്ട്. അപ്പോൾ ഫനുവിന് അത് മതിയെന്ന് പറഞ്ഞു. മോനുവിന് പിന്നെ കഞ്ഞിയാണ് കേട്ടോ കൊടുത്തത്. പനി ആയതുകൊണ്ട് തന്നെ ഓന് പറഞ്ഞു എനിക്ക് കഞ്ഞി മതിയെന്ന്. അപ്പോൾ ഞാൻ ഫനുവിന് ഇത് വേഗം വാരി കൊടുക്കുകയാണ് കേട്ടോ. അല്ലെങ്കിൽ ആ പാത്രം വെച്ച് അങ്ങനെ ഇരിക്കും. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു 11 മണിക്കട്ടെ ഞാൻ വീഡിയോ എടുത്തത്. കുട്ടികളൊക്കെ ഉറങ്ങിയിരിക്കണേ. അപ്പോൾ അതാ ഫൈസലക്കാനെ കാത്തിരിക്കുകയാണ് കേട്ടോ. 11:15 ഫൈസലൊക്കെ വന്നപ്പോൾ അതാ പൂച്ചക്കുട്ടന്മാരും ഉണ്ട്. അപ്പോൾ മിന്നു ഉറങ്ങിയിട്ടില്ല കേട്ടോ. മിന്നു അസൈൻമെൻറ്റ് ചെയ്തും കൊണ്ടിരിക്കണം കേട്ടോ. അവിടെ ഫാനും മോനൊക്കെ ഉറങ്ങിയിരിക്കണേ. അപ്പോൾ അതാ ഞാനും പൂച്ചക്കുട്ടന്മാരും മാത്രമേ ഉള്ളൂ കേട്ടോ മുറ്റത്തേക്ക് ഇറങ്ങി നോക്കണം. അപ്പോൾ അതാ പൂച്ചക്കുട്ടന്മാർക്കുള്ള മീൻ കൊടുക്കുന്നുണ്ട്. ഫൈസലൊക്കെ അത് ഡെയിലി കൊണ്ടുവരും കേട്ടോ. അപ്പോൾ ഇതാ ഒരിക്കലും മീനൊക്കെ കൊടുത്ത് കുരാക്കുരു ഇരുട്ടട്ടോ. നമ്മളെ ചുറ്റുവട്ടത്തുള്ള എല്ലാവരും കിടന്നുറങ്ങിയിരിക്കണേ. എവിടെയും ലൈറ്റും വെളിച്ചും ഒന്നുമില്ല കേട്ടാ. ഇനിയിപ്പോൾ ഫൈസലൊക്കെ കുളിച്ച് ചോറൊക്കെ തിന്നതിന് ശേഷം 12 മണിയാക്കട്ടെ നമ്മൾ കിടന്നുറങ്ങണമെങ്കിൽ. അപ്പോൾ ഇതാ ഫൈസലൊക്കെ കയറിപ്പോയിട്ട് അപ്പോൾ ഞാനിങ്ങനെ നോക്കിയതാണ്. ഇപ്പോൾ എവിടെയും വെളിച്ചൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ വേഗം അകത്തേക്ക് കയറിപ്പോയിട്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.